ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT റിലീസിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമകളുടെയൊക്കെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കന്നഡയിൽ നിന്നുള്ള സിനിമയാണ് കരാട്ടക ദമാൻക എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിൽ ശിവരാജ് കുമാർ, പ്രഭുദേവ, പ്രിയ ആനന്ദ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രമായിരുന്നു. 2024 മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് കന്നഡ പതിപ്പാണ് നേരത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന് തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. ഈ സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് നോക്കുകയാണ്. ഒന്നാമത്തെ ചിത്രം ഫാമിലി എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. വിനയ് ഫോർട്ട്, ദിവ്യപ്രഭ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ഫാമിലി എന്ന് പറയുന്ന സിനിമ. 2023 തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ മാസം 6-ാം തീയതി ചിത്രം മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ആഴ്ചത്തെ രണ്ടാമത്തെ OTT റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അമരൻ എന്ന് പറയുന്ന ശിവരാജ് കുമാർ ചിത്രം തന്നെയാണ്. ശിവരാജ് കുമാർ, സായി പല്ലവി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ്കുമാർ പെരിയസ്വാമി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു അമരൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം 330 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടെന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ഡിസംബർ മാസം 5-ാം തീയതി, അതായത് നാളെ മിഡ്നൈറ്റോടുകൂടി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ച് സാധിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഡിസംബർ മാസം 5-ാം തീയതി മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഡിസംബർ മാസം 5-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ് മട്ക എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. നവംബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ടാണ് മട്ക എന്ന് പറയുന്ന സിനിമ പ്രൈമിൽ വരാൻ പോകുന്നത്. അതോടൊപ്പം ഒരു മലയാള സിനിമയുടെ കൺഫേംഡ് OTT റിലീസ് അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ബോഗൻ ബില്ല എന്ന് പറയുന്ന ചാക്കോച്ചൻ ചിത്രത്തിന്റെയാണ്. ജാക്കോൻ, ഫഹദ് ബാസിൽ, ജ്യോതിർമയി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അമരനീരത്ത് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബോഗൻ ബില്ല എന്ന് പറയുന്ന സിനിമ. ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന ഡിസംബർ മാസം 13-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5 ഭാഷകളിലൂടെയായിട്ട് നമുക്ക് സോണി ലൈവ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന പണി, അതോടൊപ്പം അയവൻ കാതരൻ തുടങ്ങിയ സിനിമയുടെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ജോജു ജോർജ് ആദ്യമായിട്ട് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പണി എന്ന് പറയുന്ന സിനിമ. ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ജോജു തന്നെയാണ് ഈ സിനിമയെ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടോ നമുക്കൊരു ക്രിസ്മസ് മാസം 22-ന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഒരുപക്ഷെ ഹോട്ട്സ്റ്റാർ ഈ സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ടാണ് പണി എന്ന് പറയുന്ന സിനിമ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അയാം കാതൻ എന്ന് പറയുന്ന നസ്ലിൻ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിൽക്കുന്ന ചിത്രം പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഗ്രീഷേഡി നസ്ലിൻ കൂട്ടുകെട്ടിൽ വന്ന ചിത്രമാണെങ്കിലും പ്രതീക്ഷിച്ച വിജയ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും ചിത്രം സാമ്പത്തികമായിട്ടും ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം അവസാനത്തോടുകൂടി മനോരമ മാക്സ് സ്ട്രീമിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എനിക്ക് നമുക്ക് കാത്തിരിക്കുക ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.